ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രേഡിംഗ് വ്യൂവിലെ ഒരു ഇൻഡിക്കേറ്ററിനെ പറ്റിയാണ്. അപ്പോൾ ഇതൊരു പ്രൈസ് ആക്ഷൻ ഇൻഡിക്കേറ്റർ ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോസ് ചെയ്തിരുന്നു, സ്മാർട്ട് മണി കൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോസിൽ പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ സ്മാർട്ട് മണി കൺസെപ്റ്റിന്റെ വീഡിയോസ് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ വരുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് ആക്ഷൻ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു ഇൻഡിക്കേറ്റർ നമ്മൾ ചാർട്ടിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ലെവൽസ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് മാർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത് BOS ലെവലാണ്, അതായത് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ എന്നാണ് ഈ ഒരു BOS എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴൊക്കെയാണ് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ആ ഒരു ലെവൽസ് ഫോം ആവുന്നത്, അപ്പോൾ നമ്മൾ ചാർട്ടിൽ ലെവൽസ് മാർക്ക് ചെയ്തിട്ട് അത് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ആ ഒരു ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യാന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ട്രേഡിംഗ് വ്യൂ ചാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇൻഡിക്കേറ്ററിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ പ്യുവർ പ്രൈസ് ആക്ഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും പ്യുവർ പ്രൈസ് ആക്ഷൻ സ്ട്രക്ചർ ലെക്സാൽഗോ എന്ന് അതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതേപോലെ മാർക്കിംഗ് കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് LTBOS ആണ്, അതായത് ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ആണ്. അപ്പോൾ ഇത് റിലയൻസിൻ്റെ ചാർട്ടാണ്. ഇപ്പോൾ റിലയൻസിൽ റീസെൻറ്റ് വന്നിരിക്കുന്ന BOS നമുക്ക് നോക്കാം. ഇവിടെ ഒരു BOS വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ താഴെ LTBOS വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ലെവൽസ് മാർക്ക് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ലെവൽസും വേണം നമുക്ക് ഇന്നത്തേക്ക് വേണ്ടി യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് മാർക്കറ്റ് തന്നെ ഓപ്പൺ ചെയ്ത് ബ്രേക്ക്ഔട്ട് ചെയ്ത് കയറിപ്പോയി. ഇപ്പോൾ വലിയ ക്യാൻഡിലേക്ക് ആകുമ്പോൾ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് താഴേക്ക് വന്നു. ആ ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്യാൻഡിൽ ആ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. കണ്ടോ, ഈ ഒരു ക്യാൻഡിലാണ് സെല് ചെയ്യേണ്ടത്. ഈ ഒരു ക്യാൻഡിൽ നമുക്ക് സെല് ചെയ്യാം. ഇവിടെ സെല് ചെയ്തിട്ട് എവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രേക്ക് ചെയ്തിരിക്കുന്ന ക്യാൻഡിലിൻ്റെ തൊട്ട് മുകളിൽ വേണം സ്റ്റോപ്പ് ലോസ് ഇടാനായിട്ട്. ഓക്കെ, അതായത് നമ്മൾ ബോഡി നമ്മുടെ ലെവൽസിൻ്റെ താഴെ വരണം. ഓക്കെ, ഇവിടെ മുമ്പ് ബ്രേക്ക്ഔട്ട് നടന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊരു വിക്കായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ബോഡി താഴേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്യാൻഡിൽ എടുത്തിരിക്കുന്നത്. അതിന് തൊട്ട് മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടണം. കണ്ടോ, അത് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇത് താഴേക്ക് വന്നിട്ട് കണ്ടോ, ഇവിടുത്തെ ഒരു ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ഉണ്ടായിരുന്നു. ആ ലെവൽ സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ച് കയറിയിരിക്കുന്നത്. ഓൾമോസ്റ്റ് ആ ലെവൽ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ആ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, പിന്നെ ഇവിടെയാണ് ആ ലെവൽ വീണ്ടും ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബൈ ചാൻസ് ആണ്. ആ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ ഇവിടെ വീണ്ടും ബ്രേക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ക്ലോസിൽ ബൈ എടുക്കാം. ഈ ക്ലോസിൽ ബൈ എടുത്തിട്ട് ഇതിൻ്റെ തൊട്ട് താഴെ, അതായത് ഈ ബ്രേക്ക്ഔട്ട് ക്യാൻഡലിൻ്റെ താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഉണ്ടത്. ഇനി നമുക്കിതിൻ്റെ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത് ഇതിന് തൊട്ട് മുമ്പിലുള്ള റെസിസ്റ്റൻസ് ലെവൽ എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് റെസിസ്റ്റൻസ് ലെവലാണ്. ഓക്കെ, കണ്ടോ, ആ ലെവലിൽ നമുക്ക് ടാർഗറ്റും ഫിക്സ് ചെയ്യാവുന്നത്. അപ്പോൾ ഇതാണ് റിലയൻസിൻ്റെ ഇന്നത്തെ ലെവൽസ്. ഓക്കെ, ഇനി നമുക്കുണ്ടെങ്കിൽ അടുത്തൊരു സ്റ്റോക്സ് ഞാൻ കാണിച്ചു തരാം. വിപ്രോ. ഇപ്പോൾ വിപ്രോയിൽ കണ്ടോ, ഇവിടെ LTBOS വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്യാം. ഓക്കെ, ആണോ, ഇപ്പോൾ ഇവിടെ ആ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു. ഉണ്ടോ, ഈ ഒരു ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തു. അതിന് മുകളിലാണ് ബോഡി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ബൈ എടുക്കാം. ഇനി അതിനുശേഷം ഈ ലെവലിൽ താഴെ, ആ ബ്രേക്ക് ഔട്ട് ചെയ്ത ക്യാൻഡിൽ താഴെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ടാർഗറ്റ് വേണമെങ്കിൽ ഈ ഒരു 1:1 1:2 നമുക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഉണ്ടോ, അവിടെ നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തത് ടാറ്റ മോട്ടോഴ്സ് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏത് സ്റ്റോക്സ് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് കുറച്ച് റാൻഡം ആയിട്ട് കുറച്ച് സ്റ്റോക്സ് കാണിക്കുന്ന മാത്രമേ ഉള്ളൂ. ഇവിടെ ഉണ്ടോ, LTBOS വന്നിട്ടുണ്ട്. അപ്പോൾ ആ ലെവൽ നമുക്ക് അവിടെ മാർക്ക് ചെയ്യാം. ഇവിടെയാണ് ബ്രേക്ക്ഔട്ട് നടന്നിരിക്കുന്നത്. കണ്ടോ, ഇവിടെ ബ്രേക്ക്ഔട്ട് നടന്നു. ആ ബ്രേക്ക്ഔട്ട് ചെയ്തിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ക്ലോസിലാണ് നമ്മൾ ബൈ എടുക്കുന്നത്. ആ ബ്രേക്ക്ഔട്ട് ചെയ്ത ക്യാൻഡിലിൻ്റെ താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാം. ഇനി നമുക്ക് ടാർഗറ്റ് വേണമെങ്കിൽ റീസെൻറ്റ് വന്നിരിക്കുന്ന ലോ എടുക്കാം. അതിനുശേഷം നമുക്ക് മെഷറിംഗ് ടൂൾ യൂസ് ചെയ്യാം. പ്രൈസ് റേഞ്ച് നോക്കാം. അത്ര തന്നെ നമുക്ക് ആ ഒരു ബ്രേക്ക്ഔട്ട് പോയിന്റിന് ടാർഗറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. കേട്ടോ, ഇവിടെ ടാർഗറ്റ് വരും. അതല്ലെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസിൻ്റെ 1:2 നോക്കി നമുക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. അടുത്ത് ഗ്രാസിം കാണിച്ചു തരാം. അപ്പോൾ ഗ്രാസിം ഇവിടെ BOS വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്യാൻഡിലാണ് ആ ബ്രേക്ക്ഔട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. അങ്ങനെ ഈ ക്ലോസ് നമ്മൾ എൻട്രി എടുക്കാം.
ഇതിൻ്റെ ടാർഗറ്റ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മെഷറിംഗ് ടൂൾ വെച്ചിട്ട് മെഷർ ചെയ്തിട്ട് ആ ഒരു ടാർഗറ്റ് ഇവിടെ നിന്ന് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ടാർഗറ്റിൻ്റെ അടുത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഇൻട്രാഡേക്ക് ആകുമ്പോൾ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന മുമ്പ് തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറിയാൽ മതി. ഇനി അടുത്തത് DLF കാണിക്കാം. അപ്പോൾ DLF ഇവിടെയാണ് BOS വന്നിട്ടുള്ളത്. ആ ലെവലൊന്ന് മാർക്ക് ചെയ്യാം. കണ്ടോ, ഇവിടെയാണ് ആ ബ്രേക്ക് ഔട്ട് നടന്നിരിക്കുന്നത്. നമുക്കിവിടെ ക്ലോസിങ്ങിൽ എൻട്രി ആണ്. ആ ഒരു ബ്രേക്ക് ഔട്ട് ക്യാൻഡലിലേക്ക് താഴെ സ്റ്റോപ്പ് ലോസ്. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ മെഷർ ചെയ്യാം. ഇതാണ് നമ്മുടെ ടാർഗറ്റ് ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, ഇനി ലാസ്റ്റ് ആയിട്ട് ഒരു സ്റ്റോക്ക് കൂടി കാണിച്ചു തരാം. ബയോകോൺ. അപ്പോൾ ബയോകോണിൽ ഇവിടെയാണ് BOS വന്നിട്ടുള്ളത്. അവിടെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് ബ്രേക്ക് ഔട്ട് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ. അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ക്ലോസിലാണ് ബൈ വരുന്നത്. ആ ക്യാൻഡിൽ താഴെ, ഈ ഒരു ക്യാൻഡിലിൻ്റെ താഴെയോ അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പത്തെ ക്യാൻഡിലിൻ്റെ താഴെ ലോയ്ക്ക് താഴെയോ സ്റ്റോപ്പ് ലോസ് ഇടാവുന്നതാണ്. പിന്നെ ഈ ഒരു ലോ എടുക്കാം. ഈ ലോയിൽ നിന്ന് ഈ ഒരു ബ്രേക്ക് ഔട്ട് ലെവൽ എടുക്കാം. അതിനുശേഷം അത് തന്നെ ഇവിടെ നമുക്ക് മാർക്ക് ചെയ്യും. നമുക്ക് ഇവിടെ ടാർഗറ്റ് ഫിക്സ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ലെവൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ എടുക്കേണ്ടത് BOS ആണ്, LT BOS ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ ചെറിയ ലെവൽസ് കാണാം. അപ്പോൾ അതൊക്കെ അവോയ്ഡ് ചെയ്യാം. ഇവിടെ നമുക്ക് LT MSS എന്ന് കാണാനൊക്കെ സാധിക്കും. അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. നമുക്ക് വേണ്ടത് BOS ആണ്, അതായത് ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ആണ് വേണ്ടത്. കണ്ടോ, ഇവിടെ മുമ്പൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഒന്നുണ്ടായിരുന്നു. കണ്ടോ, LT BOS. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. കാരണം അത് അടുത്ത തവണയും റെസിസ്റ്റൻസ് ആയിരിക്കും. ആ ലെവലിൽ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമായിരിക്കും അതൊരു അപ് ട്രെൻഡ് പോകാൻ ചാൻസ് ഉള്ളത്. കണ്ടോ, എക്സാക്റ്റ് ആ ലെവലിൽ ടച്ച് ചെയ്ത് താഴേക്കാണ് വന്നിരിക്കുന്നത്. കണ്ടോ, അപ്പോൾ ഇതിന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്ന BOS ആണ്. അപ്പോൾ നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് വന്നിരിക്കുന്ന ആ ഒരു BOS മാത്രമായിട്ട് സെലക്ട് ചെയ്യാം. ഇവിടെയൊക്കെ BOS വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ലെവൽസ് കിട്ടും. അപ്പോൾ ആ ലെവൽസ് ബേസ് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. അതായത് ആ ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് പ്രീവിയസ് സ്റ്റാർട്ടിങ്ങിനെ നോക്കിയിട്ട് എവിടെയൊക്കെയാണ് BOS വരുന്നത് അത് ഇതേപോലെ ലൈനായിട്ട് മാർക്ക് ചെയ്യാം. ഈ MSS ഒക്കെ അവോയ്ഡ് ചെയ്യാം. അതിനുശേഷം ഇതുപോലെ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത പോലെ ആ ലെവലിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിൽ ഇതുപോലെ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൈയിലേക്ക് പോകാം. അതല്ല, ഇതിപ്പോൾ മാർക്കറ്റ് താഴേക്ക് വന്ന് താഴേക്കാണ് ബ്രേക്ക് ഔട്ട് നടക്കുകയാണെങ്കിൽ, അതായത് ഇതിപ്പോൾ നമുക്ക് ബുള്ളിഷ് സൈഡാണ്, ഇനി ഇങ്ങനെ താഴെ വന്നിട്ട് ഒരു റെഡ് ക്യാൻഡിലാണ് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാം. അപ്പോൾ ഇതേപോലെ തന്നെ ആ ഒരു റെഡ് ക്യാൻഡിലിൻ്റെ മുകളിൽ വേണം നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടാൻ. ഓക്കെ, ആ റെഡ് ക്യാൻഡിലെ ക്ലോസിൽ വേണം നമ്മൾ എൻട്രി എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രേഡിംഗ് വ്യൂ നമ്മുടെ ചാർട്ടിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ഇൻഡിക്കേറ്റർ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഈ ലെവൽസ് ഒക്കെ മാർക്ക് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതിൽ വേറെ ഒരുപാട് ലെവൽസ് ഒക്കെ ഉണ്ട്. ആ ലെവൽസ് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ BOS ലെവൽസ് മാത്രം എടുത്താൽ മതി. അപ്പോൾ പ്രീവിയസ് ചാർട്ടൊക്കെ നോക്കിയിട്ട് ആ BOS ലെവൽ വരുന്ന ഏരിയ ഒന്ന് മാർക്ക് ചെയ്താൽ മതി. നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിച്ചിട്ട് അത് മാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഡേ ട്രേഡിങ്ങിൽ ആ ലെവൽ എപ്പോഴൊക്കെയാണ് ബ്രേക്ക് ചെയ്യുന്നത് അപ്പോഴാണ് നമുക്ക് എൻട്രി വരുന്നത്. അതായത് ഇപ്പോൾ അപ്സൈഡ് ആണെങ്കിൽ ആ ലെവൽ നല്ലൊരു ഗ്രീൻ ബുള്ളിഷ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യണം. ആ ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ക്യാൻഡിലിൻ്റെ ക്ലോസിലാണ് നമ്മൾ ബൈ എടുക്കേണ്ടത്. ആ സെയിം ക്യാൻഡിലിൻ്റെ ലോയ്ക്ക് താഴെയാണ് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടത്. പിന്നെ ടാർഗറ്റ് നമ്മൾ വീഡിയോ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ 1:2 ആക്കാം. അതല്ലെങ്കിൽ പ്രീവിയസ് വന്നിരിക്കുന്ന ലോ നമുക്ക് മെഷർ ചെയ്തിട്ട് അതിനെ ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ സെല്ലിൻ്റെ കേസ് ആണെങ്കിൽ എപ്പോഴാണ് BOS ലെവൽ താഴേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത്, ആ ഒരു റെഡ് ക്യാൻഡിലാണെങ്കിൽ ആ റെഡ് ക്യാൻഡിലിൻ്റെ ക്ലോസിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ആ സെയിം ക്യാൻഡിലിൻ്റെ മുകളിൽ ഹൈക്ക് മുകളിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് ഫിക്സ് ചെയ്യുന്നത്. പിന്നെ റീസെൻ്റ് വന്നിരിക്കുന്ന സപ്പോർട്ടിൽ നമുക്ക് വേണമെങ്കിൽ ടാർഗറ്റ് ഫിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ തന്നെ നമ്മൾ ആദ്യം തന്നെ പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം. പേപ്പർ ട്രേഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്കിംഗ് ആണെങ്കിൽ മാത്രം നിങ്ങൾ റിയൽ ട്രേഡ് ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.